Hi, hello, welcome to I Plus Training Solutions. ഇന്ന് നമ്മൾ another set of previous year questions ആയിട്ടാണ് വന്നത്. So നമുക്ക് ഓരോ questions നോക്കാം. Okay, ഇതാണ് നമ്മുടെ first question. Arrange the 2D viewing transformation pipeline. നമുക്ക് arrange ചെയ്യാനുള്ള sequences തന്നിട്ടുണ്ട്. A. Convert world coordinates to viewing coordinates. Second one, map viewing coordinates to normalized viewing coordinates using window viewpoint specifications. Third one, construct world coordinate scenes using modeling, then coordinate transformations. Fourth one, map normalized viewpoints to device coordinates. Okay, so ഈ ഒരു question നമുക്ക് വന്നത് computer graphics ലെ 2D viewing pipeline, then coordinate transformations ഇതിൽ വരുന്ന ഈ ഒരു ഏരിയയിൽ വരുന്ന question ആണ്. So നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. These are your option. Choose the correct answer from the options given below. So നമുക്ക് തന്നത് ഓരോരോ സ്റ്റെപ്സ് ആണ്. ഇതിൽ ഏത് ഓർഡറിലാണെന്നാണ് നമ്മുടെ question. Okay, yes, വേഗം ആൻസർ പറഞ്ഞേ. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് സീക്വൻസ്? Yes, yes, your option is option 4, B, C, A, D. സോ നമുക്ക് പൊതുവെ നമ്മൾ കാണുന്നതാണ് ഒരു ഓപ്ഷൻ കാണുമ്പോൾ നോർമലി ഒരേ രീതിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും 4 എണ്ണം ഉണ്ട്, സോ അതായിരിക്കും. സോ അങ്ങനത്തെ ട്രിക്കി ടൈപ്പിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് UGCയുടെ എക്സാമിന്റെ ഒരു പാറ്റേണിൽ. സോ അതൊക്കെ ശ്രദ്ധിക്കണം. നേരിട്ട് ജനറൽ ആയിട്ട് ഓക്കെ 3 എണ്ണം ഒരേപോലെയാണ്, സോ അതിൽ പോയി ക്ലിക്ക് ചെയ്യട്ടെ എന്ന് കരുതി തെറ്റിക്കരുത്. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. സോ ഓർഡർ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തായിരിക്കും നമ്മൾ ഒരു വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ നോർമലൈസ് ചെയ്യും അല്ലെ. സോ അതേപോലെ തന്നെ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന എന്താണ്, ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ വ്യൂയിങ് കോർഡിനേറ്റ്സിന് നോർമലൈസ്ഡ് ആയിട്ടുള്ള വ്യൂയിങ് കോർഡിനേറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണത് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ആ ഒരു ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മോഡലിംഗ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ആക്ച്വലി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹിയർ വി ആർ കൺസ്ട്രക്ടിങ് എ സീൻ ബൈ ട്രാൻസ്ഫോമിംഗ് ദ ഒബ്ജക്റ്റീവ് ഫ്രം മോഡലിംഗ് ടു coordinates to the world coordinates. So here നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ വ്യൂവിൽ നിന്ന് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്തു. ഓക്കെ, നോർമലൈസ് ചെയ്തു. സോ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് രീതിയിൽ വേണ്ട മോഡലിംഗും ട്രാൻസ്ഫോർമേഷൻസും നമുക്ക് അവിടെ ചെയ്യാം. സോ നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്, മോഡലിംഗ് ആണ്. ഓക്കെ, സോ നമ്മൾ മോഡലിംഗ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. അതായത് ഈ ഒരു വേൾഡ് കോർഡിനേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യണം, വ്യൂയിങ് കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. സോ അതാണ് ഇവിടെ കൊടുത്തത്, റീപൊസിഷൻ ദ സീൻ റിലേറ്റീവ് ടു ദി വ്യൂയിങ് വിൻഡോ. സോ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നോർമലൈസ്ഡ് ദ കോർഡിനേറ്റ്സ് ടു ഡിവൈസ് കോർഡിനേറ്റ് ബിക്കോസ് ഇതൊരു പൈപ്പ് ലൈൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ നമുക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ, അതായത് വാട്ട് വി ആർ ഡൂയിങ്, മാപ്പിംഗ് എവറിത്തിങ് ഇൻ ടു ആൻ ആക്ച്വൽ ഡിവൈസ്. അപ്പൊ നമ്മൾ കാണുന്ന ആ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്നിരിക്കുന്ന ഈ ഒരു പൈപ്പ് ലൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാപ്പ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ BCAD. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വന്നത് 2D ആയിട്ടുള്ള വ്യൂയിങ് പൈപ്പ് ലൈൻ ആണ്. ഓക്കെ, 2D ആയിട്ടുള്ള വ്യൂയിങ് പൈപ്പ് ലൈൻ ആണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് CGയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇത് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് നമ്മുടെ ഫയൽ ഹാൻഡ്ലിംഗിലെ ഫങ്ഷൻസ് ആണ്. ബിക്കോസ് FSeek, FTEL, FE ഓഫ്, റിവൈൻഡ് ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ള ഏരിയാസ് ആണ്. യെസ്, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫയൽ ഹാൻഡ്ലിംഗ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇത് പ്രോഗ്രാമിംഗിൽ നിന്ന് വരാനാണ്. പിന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് OSലും ചെറിയ രീതിയിൽ ഒരു ഫയൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. സോ മോസ്റ്റ്ലി ഇങ്ങനത്തെ ഇതായതുകൊണ്ട് ഇത് നമുക്ക് പ്രോഗ്രാമിംഗിലേക്കാണ്. ഇത് നമ്മുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ ഇത് സിയിൽ വരുന്ന ഫയൽ ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള വരുന്ന ഫങ്ഷൻസ് ആണ്. നോക്കിയിട്ട് പറഞ്ഞേ, നമ്മുടെ ഫസ്റ്റത്തെ ഫങ്ഷൻസ് FSeek ആണ്, then we have FTEL, then FE off, then rewind. അതിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാന്ന് ചൂസ് ചെയ്യാം. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഓപ്ഷൻ ആണിത്. എങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത് നോക്കാം. മാക്സിമം ഈ ഒരു 2024 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിലെ
ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് സീക്വൻസ് അനാലിസിസിന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായി വന്നേക്കുന്നത്. സോ അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക അടുത്ത എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പറഞ്ഞേ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, I think this is very easy. Yes, our option is option number 2, A3, B1, C4 and D2. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഏതൊക്കെയാണെന്നുള്ളത്. യെസ്, നോക്കിയേ, എഫ് സീക്കിൽ വരുന്ന നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എഫ് സീക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് പോയിന്റേഴ്സിനാണല്ലേ. ആക്ച്വലി അതൊരു ഫയൽ പോയിന്റർ ആയിട്ട്, അതായത് സീക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അന്വേഷിക്കുക. ഓക്കെ, ആ ഒരു മീനിങ് പോലെ തന്നെ നമ്മൾ ആ ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ആ ഒരു ഫയലിന്റെ പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. സോ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫയൽ പോയിന്റർ ആണ്. So this is like a file pointer to specific. Okay, file pointer to specific ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കിലേക്ക് നമ്മൾ ഫയൽ പോയിന്റ് ചെയ്യാനാണ് fc ക്ക് യൂസ് ചെയ്യുന്നത്. Then നമുക്ക് ftel എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ftel ഫയലിന്റെ കറണ്ട് പൊസിഷൻ. ഓക്കെ, ഇവിടെ കൊടുത്തത് കറണ്ട് പൊസിഷനിലാണ്, നമുക്ക് ഫയലിന്റെ കറണ്ട് പൊസിഷൻ തരുവാണ്. Then fe of, actually fe of എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഫയൽ കണ്ടീഷൻ. ആക്ച്വലി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇഫ് ദ ഫയൽ if the end of the file has been reached, ആ ഫയൽ കഴിയാനായോ അത് എൻഡ് ആയോ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻഡ് ആണ്, എൻഡ് ഓഫ് ദി ഫയൽ. സോ ഇതാണ് നമ്മുടെ ഷോർട്ട് നമുക്ക് പറയുകയാണെങ്കിൽ. Then we have rewind. Rewind എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ റിവൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതേ ഒരു മീനിങ് പോലെ തന്നെയാണ്. റിവൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ആ ഒരു ഫയലിന്റെ പുറകിലോട്ട് പോവുക, അതല്ലെങ്കിൽ ബിഗിനിങ്ങിലോട്ട് പോവുക, ആ ഒരു മീനിങ് ആണ്. സോ ചിലത് നമ്മൾ നോക്കുവാണെങ്കിൽ ചില ഫംഗ്ഷൻസിന്റെ പേര് റിയൽ ടൈമിൽ വെച്ചിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി വെക്കാൻ പറ്റും, അതിന്റെ ഫംഗ്ഷൻസ് ലൈക്ക് നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സോ അഗെയിൻ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നത് നമ്മളെ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം DS ൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം ഈസി ആണ്. ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, പ്രിഫിക്സ് ആൻഡ് ഇൻഫിക്സ്, അത് ഈ ഒരു സെക്കൻഡ് ലിസ്റ്റിലെ ഏതൊക്കെയായിട്ടാണ് വരിക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So I'll show you the options. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. വേഗം പറഞ്ഞ ഇതിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? യെസ്, യെസ്, യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 4. വൈ ഓപ്ഷൻ നമ്പർ 4 വരാൻ കാരണം വളരെ എളുപ്പമാണ്. കാരണം BFSഉം DFSഉം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് പോകുന്നത്? സോ ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും അല്ലെ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് പോകുന്നത്. സോ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോസ് ഇത് ഇങ്ങനെ ഒരു ട്രീ ആണ് നമുക്ക് തരുന്നതെങ്കിൽ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും അല്ലെ. സോ ഡെപ്ത് ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? So this is our BFS. So DFS എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? സപ്പോസ് ഇത് നമ്മുടെ ഒരു ട്രീ ആണ്. സോ ഡെപ്ത് വരെ പോകണം അല്ലെ. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, യെസ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും അത് മൂവ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് മൂവ്മെന്റ് വരുന്നത് ഫസ്റ്റിന്ന് സെക്കൻഡിന്ന്. സോ ഇങ്ങനെയായിരിക്കും ഒരു മൂവ്മെന്റ് വരിക. ഓക്കെ, സോ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ആളെ എക്സ്പ്ലോർ ചെയ്ത് ദെൻ നെക്സ്റ്റ്. സോ ഒബ്വിയസ്ലി അവിടെ എന്തായിരിക്കും? ക്യൂ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ. കാരണം ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എക്സ്പ്ലോർസ് ഓൾ നോഡ്സ് അറ്റ് ദ പ്രസന്റ് ഡെപ്ത് ബിഫോർ മൂവിംഗ് ഓൺ, റിക്വയറിംഗ് എ ക്യൂ ടു മെയിൻറ്റെയിൻ ദ ഓർഡർ ഓഫ് ട്രാവൽസ്. ബിക്കോസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ആ ഒരു ട്രാവേഴ്സൽ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ക്യൂ. Then obviously depth first search Q ആണെങ്കിൽ, breadth first search BFS Q ആണെങ്കിൽ എന്തായിരിക്കും? DFS എന്ന് പറയുന്നത് സ്റ്റാക്ക് ആയിരിക്കും. ബിക്കോസ് നോക്കിയേ, നമ്മൾ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടെ നമ്മൾ താഴെ എത്തി. സോ അഗെയിൻ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യണം, തിരിച്ചു പോയി പിന്നെ നമ്മൾ വരികയാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? DFS goes
as deep as possible, എത്രയാണോ ഡെപ്ത് ഉള്ളത് അതുവരെ ഇത് പോയിട്ട് then it will be goes possible before backtracking which uses a stack. ഓക്കെ, അതിൽ പല രീതികൾ നമ്മൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഏതർ എക്സ്പ്ലിസിറ്റ് ആയിട്ടും ആ ഒരു ബാക്ക് ട്രാക്കിംഗ് നടക്കും, അല്ലെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ടുള്ള മാനേഴ്സിലും. ഓക്കെ, സോ ഡെപ്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്, BFS എന്നത് ക്യൂ ആണ്. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസ് കൂടി ഉണ്ട്. യെസ്, നമ്മുടെ ഓപ്ഷൻസ് പ്രിഫിക്സ് ആൻഡ് ഇൻഫിക്സ് ആണ്. ആക്ച്വലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തായിരിക്കും, ഓപ്പറേറ്റേഴ്സ്. ഇത് വളരെ എളുപ്പമുള്ള സാധനമാണല്ലേ. പ്രിഫിക്സ് എന്ന് പറയുന്നത്, then ഇൻഫിക്സ്, then another one was there. എന്തായിരുന്നു അടുത്തത്? യെസ്, പോസ്റ്റ്ഫിക്സ്. സോ ഇതിലെ കൺവേർഷനും നമുക്ക് റെഗുലറായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ഫ്രണ്ടിലായിരിക്കും, ഫസ്റ്റ് ഓപ്പറേറ്റർ, then നമ്മുടെ എന്തായിരിക്കും, ഓപ്പറൻസ്, അങ്ങനെയായിരിക്കും. ഇൻഫിക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ എങ്ങനെയായിരിക്കും, മിഡിലായിരിക്കും. then പോസ്റ്റ്ഫിക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ ലാസ്റ്റ് ആയിരിക്കും, 3, 4. സോ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, ഇത് പ്രിഫിക്സ് കോമൺലി യൂസ് ചെയ്യുന്നത് LISP പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. ഓക്കെ, then ഇൻഫിക്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിൻടാക്സ് ട്രീ ആണ്. ഓൾറെഡി നമുക്കറിയാം, ഇവിടെ നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ഓപ്പറൻസ് ഉണ്ടാവും. സോ നമ്മൾ ആ ഒരു സിൻടാക്സ് ട്രീ ബേസിസിലാണ് നമ്മൾ ഒരു അനാലിസിസിനും ഇവാലുവേഷനും ഒക്കെ, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രീ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മൾ എവിടുന്ന് വന്നതാണ്, ഡിജിറ്റൽ ലോജിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ബൂളിയൻ ആൾജിബ്ര ആൻഡ് ലോജിക് മിനിമൈസേഷനിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. മിനിമൈസേഷൻ ആണിത്. ഓക്കെ, ഈ സിഗ്മ പല ടൈപ്പും നമുക്ക് അവിടെ വരുന്നുണ്ട്, മിഡ് ടേം, മാക്സ് ടേം. ഓക്കെ, ഞാൻ കരുതുന്നു നിങ്ങളൊക്കെ ഇത് ഒരു റിവൈൻഡ് ചെയ്തെന്ന് കരുതുന്നു. ബിക്കോസ് മിഡ് ടേം, മാക്സ് ടേം എന്ന് പറഞ്ഞ് പിന്നെ നമ്മള് ലൈക്ക് കെ മാപ്പ് ഡ്രോ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സം, ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. ബിക്കോസ് അതിലെ മാർക്സ് നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്സ് ആണ്. ഓക്കെ, സോ അതൊന്നും തെറ്റിക്കരുത്. പെട്ടെന്ന് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇതാണ്, f of ABC. ABC ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോ അതിന്റെ ടേംസ് ഏതൊക്കെയാണ്, m of 0, 1, 3, 7. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് തന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്, a dash b dash c dash plus a dash b dash c plus a dash bc plus abc. Second, a dash b dash plus a dash bc plus abc. Third, a dash b dash plus bc. Fourth, a dash b dash plus bc dash. Yes, ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ, ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, യെസ്, നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ, യെസ്, അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് ആ ഒരു കെ മാപ്പ്, അതായത് 3 വേരിയബിൾ വരുന്ന കെ മാപ്പ് നമുക്കൊന്ന് വരച്ചു നോക്കാം. സോ എൻ്റെ കൂടെ നിങ്ങളും വരയ്ക്കുക. കെ മാപ്പ് എങ്ങനെയായിരിക്കും? 4ൻ്റെത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഈസി. സോ കെ മാപ്പ് എങ്ങനെയായിരിക്കും വരിക? സോ ഇവിടെ നമുക്ക് എത്ര വേരിയബിൾ ആണുള്ളത്? 3 വേരിയബിൾ ആണ് നമുക്കുള്ളത്. സോ ഞാൻ അതിനെ A, B, C എന്ന് എഴുതി. ഓക്കെ, സോ അതിന്റെ വാല്യൂസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? സോ ഇറ്റ് വിൽ ബി 0, 1, then here 0, 0, 0, 1, 1, 0, 0, 0, 0, 1, 1, 1 and 1, 0. നമ്പറിംഗ് എങ്ങനെയായിരിക്കും വരിക? 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നമ്പറിംഗ് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ പറയണം ഇതിൽ എവിടേക്കാണ് നമുക്ക് വരുന്നത്. യെസ്, ദേ ഇവിടെ നമുക്ക് വരുന്നുണ്ട് അല്ലെ. നമുക്ക് ആദ്യം ദേ ഇവിടെ നമുക്ക് വരുന്നുണ്ട്, ദെൻ നമുക്ക് തേർഡിൽ വരുന്നുണ്ട്. അതാണ് ദേ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വരുന്നുണ്ട്, ദെൻ നമുക്ക് 3യിൽ വരുന്നുണ്ട്,
വേണമെങ്കിൽ ഇത് മാറ്റാം. യെസ്, ഇത് നമ്മുടെ 1, then 1-ല്, then 3rd-ല്, then നമുക്ക് വരുന്നത് 7 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടേംസ് വരുന്നത്. ഏതൊക്കെയാണ്? 00 വരുന്നുണ്ട്, 001 വരുന്നുണ്ട്, 011, then 11. ഇങ്ങനെ 3 ടേംസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ടേമിൽ നിന്ന് തന്നെ അറിയാം നമുക്ക് ആ ഒരു പൊസിഷനിൽ വരുന്നത് എങ്ങനെയായിരിക്കും. അതായത് 0th പൊസിഷനിൽ വരുന്നത് A', B', C, then A', B', C, then A', BC, then ABC. ബിക്കോസ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യാനാണ്? അതായത് ആ പൊസിഷന്റെ വാല്യൂസ് നമ്മൾ എഴുതുകയാണ്. 0 ആണെങ്കിൽ നമുക്കറിയാം ഡാഷ് വരും, 1 ആണെങ്കിൽ ഡാഷ് വരത്തില്ല. ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ ടേംസ് വന്നിരിക്കുന്നത്. സോ ആ ടേംസിനെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തപ്പം A', B', C പ്ലസ് A', B', C ആയി. സോ ഇതിൽ നിന്ന് A', B' എനിക്ക് പുറത്തെടുക്കാം. സോ A', B' നമ്മൾ പുറത്തെടുക്കുമ്പോൾ ബാക്കി നമുക്ക് എന്തായി പോയി? C' പ്ലസ് C എന്നാണ് നമുക്ക് വരിക. സോ നമുക്ക് അറിയാം C' പ്ലസ് C എന്ന് പറയുന്നത് എന്താണ്? ബൈ ദ ലോ ഇറ്റ് ഇസ് 1. ഓക്കെ, സോ ആ രണ്ടെണ്ണം സോൾവ് ചെയ്ത് നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഇനി അടുത്തത് നോക്കിയേ, A', BC പ്ലസ് ABC. സോ ഇതിൽ നമുക്ക് കാണാം BC ഒരു ടേം, ഇവിടെയും BC ഒരു ടേം അല്ലെ. സോ BC എനിക്ക് വെളിയിലെടുക്കാം, A', B ഒരുമിച്ച് എഴുതാം. എഗെയിൻ ഇത് എഗെയിൻ എന്താണ്? 1 ആണ്. ദെൻ നമുക്ക് കിട്ടിയ അടുത്ത ടേം BC ആണ്. സോ മാക്സിമം ഇങ്ങനത്തെ ടേം വരുമ്പോൾ നമ്മുടെ ആൻസറിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം ആണ് ഉണ്ടാവുക. സോ അതുവരെ നമ്മൾ ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. യെസ്, this is our question. Which are often need to evaluate the cash performance? Cash performance evaluate ചെയ്യാൻ വേണ്ടി ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ്. സോ ഇത് നമ്മുടെ COA കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെമ്മറി ഹയറാർക്കിനകത്ത് ക്യാഷിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. സോ ക്യാഷിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഹിറ്റ് റേഷ്യോ, then latency, then cash traces, then transfer rate. യെസ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ? യെസ്, യുവർ ആൻസർ ഇസ് ഹിറ്റ് റേഷ്യോ. വൈ? എന്തുകൊണ്ടാണ് ഹിറ്റ് റേഷ്യോ വരുന്നത്? ബിക്കോസ് നമുക്കറിയാം ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യാഷിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു മെട്രിക് ആണ്. ഓക്കെ, സോ എന്താണ് ഈ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? സോ ഹിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. So hit ratio is equal to number of cache hits divided by total number of memory access. So എത്ര നമ്മൾ memory access നമ്മളിലുണ്ടോ അതിൽ എത്ര cache hit സംഭവിച്ചു. Okay, so that is it measures the percentage of memory access that are satisfied by the cache. Okay, so higher hit ratio എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ cache more effective ആണെന്നാണ് അതിന്റെ meaning. That is cache better perform ചെയ്യുന്നു എന്നാണ്. As more data is being served from the faster cache rather than slower main memory. So hit ratio കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാഷിന്റെ പെർഫോമൻസ് ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദെൻ നമുക്ക് ലാറ്റൻസി, ക്യാഷ് ട്രേസസ്, ദെൻ ട്രാൻസ്ഫർ റേറ്റ്. ലാറ്റൻസി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കറിയാം ലാറ്റൻസി അത് മെയിൻലി ഡിലേസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ലാറ്റൻസി നമ്മൾ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് റിഫർ ചെയ്യുന്നത് ആക്ച്വലി ഡിലേ ആണ്. സോ ബട്ട് ഇറ്റ്സ് ബ്രോഡർ ടേം, നോട്ട് ഓൺലി സ്പെസിഫിക് ടു ക്യാഷ് പെർഫോമൻസ്. സോ ലാറ്റൻസി ക്യാഷിന് മാത്രം അവിടെ മാത്രം നമുക്ക് എന്താ പറ്റില്ല സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ടെർമിനോളജി അല്ല, അത് വേറെ പല ഏരിയാസിലും നമുക്കത് യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി ക്യാഷ് പെർഫോമൻസ്, ക്യാഷിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഹിറ്റ് റേഷ്യോ ആണ്. Then we will be having cache traces. Cache traces എന്ന് പറയുന്നത് അതൊരു സിമുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. സോ അത് എത്രത്തോളം സിമുലേറ്റ് ചെയ്തു അതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതൊരിക്കലും പെർഫോമൻസ് മെട്രിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, then transfer rate. Actually transfer rate എത്ര amount of the data pass ചെയ്തു. So mainly it is relevant to bandwidth or input output സിസ്റ്റത്തിലാണ് അത് relevant ആയിട്ട് വരുന്നത്. ഡയറക്ട്ലി കാഷിയുടെ പെർഫോമൻസ് evaluate ചെയ്യുന്ന ഒരു മെട്രിക് ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. Okay, this is also a very easy question and also important. Okay, so next question. Yes,
ഇത് നമുക്കറിയാം, കാരണം മാക്സിമം ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് കൊക്കോമോ എസ്റ്റിമേഷൻ മോഡലിൽ നിന്ന് വരുന്നതാണ്, കൊക്കോമോ മോഡലിൽ നിന്നാണ്. സോ അവിടെ നമുക്ക് 2-3 എഫേർട്ടിന്റെ ഇക്വേഷൻസ് വരുന്നുണ്ട്. ദെൻ നമുക്ക് ഇത് പേഴ്സൺ പെർ യൂണിറ്റിന്റെ വർക്കിലെ വരുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ 1-2 ഇക്വേഷൻസ് ആണ് അവിടെ വരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊക്കോമോ മോഡൽസിൽ ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ബിക്കോസ് ലാസ്റ്റ് ടൈമിൽ അതിന് ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് എസ്റ്റിമേഷൻ മോഡൽ ബേസ്ഡ് ഓൺ ദി സോഫ്റ്റ്വെയർ ഇക്വേഷൻ. സോ നോക്കിയേ, ഇതാണ് നമുക്ക് തന്ന ഇക്വേഷൻസ്. ഇതിൽ ഏതാണ് അതായത് എസ്റ്റിമേഷൻ മോഡൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, വേഗം നോക്കി പറഞ്ഞേ. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു LOC into b raised to 0.22 by t whole square into 1 by t raised to 4. The same ആണ്, അതിൽ ബിയുടെ പവറിലാണ് വ്യത്യാസം വന്നത് ആൻഡ് അതിന്റെ ഓൾ പവറിലും. ഓക്കെ, എന്തായിരിക്കും ആൻസർ? വേഗം നോക്കിയിട്ട് പറഞ്ഞേ. യെസ് യെസ്, വേഗം പറഞ്ഞേ. യെസ്, our option is option number 2, because കൊക്കോമോ മോഡലിലെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ. ആക്ച്വലി ഇത് പുത്നത്തിന്റെ സോഫ്റ്റ്വെയർ ഇക്വേഷൻ ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇ എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട് ആണ്, ടി ടൈം ആണ്, പിന്നെ അവിടെ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ട് പി, ദെൻ സൈസ് ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രൊജക്ട്, അവിടെ LOC എന്ന് പറയുന്ന ലൈൻ ഓഫ് കോഡ് ആണ്. ലൈൻ ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കോഡിങ് ചെയ്തു, അതിന്റെ ലൈൻ ഓഫ് കോഡ്, അതിന്റെ സൈസ് ആണ് നമ്മൾ അവിടെ LOC ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ എഫേർട്ടിനെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു വേരിയബിൾസ്, ഈ ഒരു ഡാറ്റാസ് ആണ് എന്ത്, അതിനെ കൂടുതലായിട്ട് അതിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണത്. ഓക്കെ, ഈ ഒരു വാല്യൂ ലൈക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഇക്വേഷൻ ആണ്. സോ ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരില്ല, ആ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അവിടെ ബി എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കിൽ ഫാക്ടേഴ്സ് ആണ്. സോ ആ ഒരു സ്കിൽ ഫാക്ടർ നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ബി അവിടെ നമുക്ക് കാണാം പി റേസ് ടു, ആ ഒരു പവർ ആക്കി എഴുതിയതിൽ പ്രൊഡക്ടിവിറ്റി പാരാമീറ്റർ, ദെൻ ടി നമ്മുടെ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ, എല്ലാം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. സോ എക്സ്പോണന്റ് എന്ന് പറയുന്നത് പുത്നത്തിന്റെ മോഡൽ ഫോർ സ്കെയിലിംഗ് പ്രൊഡക്ടിവിറ്റി, അതൊരു കോമൺ റെപ്രസെന്റേഷൻ ആണ് എക്സ്പോണന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഓക്കെ, ദെൻ ഇൻവേഴ്സ് റിലേഷൻ വരുന്നുണ്ട്, ടി റേസ് ടു 4. അത് മെയിൻലി എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ എഫേർട്ട് ദാറ്റ് വിൽ ബി റെഡ്യൂസ് ആസ് മോർ ആസ് ടൈം ഈസ് അലൗഡ്. ഓക്കെ, അതായത് നമുക്കറിയാലോ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ടൈം കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ടൈം ഉണ്ട്. സോ ആ ഒരു എന്താ പറയാ വേരിയബിൾസ് എല്ലാം നമ്മൾ അവിടെ ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, then നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the solution of the following recurrence relation T of n is equal to T of 2n by 3 plus 1. നമ്മുടെ ഇതാണ്, അതായത് റെക്കറൻസ് റിലേഷനിൽ വരുന്ന സൊല്യൂഷൻസ്. സോ ഇത് നമ്മുടെ കോംപ്ലക്സിറ്റീസ് ആണ്, ടൈം കോംപ്ലക്സിറ്റീസ് ആണ്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? n സ്ക്വയർ, log n, n log n, then n raised to 3/2. സോ മാക്സിമം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ടി ഓഫ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഏത് പവർ ആയിട്ടാണോ, ഹൈസ്റ്റ് പവർ ഏതാണോ അതാണ് പൊതുവെ നമ്മുടെ കോംപ്ലക്സിറ്റീസിൽ വരാറ്. ഓക്കെ, സോ ആ ഒരു ഇത് നോക്കുക. സോ ഇവിടെ ലോഗരിതമിക് ആയിട്ടാണ് നമ്മൾ പൊതുവെ എടുക്കുക. യെസ്, യുവർ ആൻസർ ഇസ് log n. ഓക്കെ, സോ ഇത് എന്ന് പറയുന്ന ഈ ഒരു ഇപ്പൊ 1-2 ഈ ഒരു റെക്കറൻസ് റിലേഷൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ബാക്കിയുള്ള നമുക്ക് ചെറിയ രീതിയിൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ലോഗരിതമിക് റെക്കറൻസ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻപുട്ട് ഈച്ച് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് വന്നത്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. T of n is equal to T of 2n by 3 plus 1. നമുക്കറിയാം മെയിൻലി നമ്മൾ ഈ ഒരു കോംപ്ലക്സിറ്റി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, മാസ്റ്റേഴ്സ് തിയറം ആണ്. സോ ഫ്രം ദിസ് നമുക്ക് എന്തുണ്ട്, എ ഉണ്ട്, നമുക്ക് ബി ഉണ്ട്, റൈറ്റ്? സോ ഇവിടുത്തെ നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ് നമുക്ക് വന്നത്? എയുടെ വാല്യൂ 1, എയുടെ വാല്യൂ 1 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, സോ നമ്മുടെ ഈ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്.
ഹിയർ വാട്ട് വിൽ ഡു, നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷനെ നമ്മൾ നമ്മുടെ മാസ്റ്റേഴ്സ് തിയറത്തിന്റെ ഫോമിൽ എഴുതുകയാണ്. തീറ്റ ഓഫ് 1 വിത്ത് n റേസ് ടു ലോഗ് a ടു ദ ബേസ് b. സോ വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലോഗ് a ടു ദ ബേസ് b യിലാണ്. സോ ലോഗ് a എന്ന് പറയുന്നത് 1 ലോഗ് 1 റേസ് ടു ദ ബേസ് 3/2. യെസ്, അതിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ n റേസ് ടു 0 വിച്ച് വിൽ ബി ഈക്വൽ ടു 1. സോ നമുക്ക് എന്തായി? ഈ ലോഗ് n റേസ് ടു, സോ തീറ്റ ഓഫ് n റേസ് ടു ലോഗ് a ടു ദ ബേസ് b, ഈ ഒരു എൻറ്റയർ ടേം നമ്മുടെ എന്തായി? 0 ആയി. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത കേസിലേക്ക് പോകും. സോ അടുത്ത കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ അടുത്തത്. അതായത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു ലോഗ് a ടു ദ ബേസ് b ഇൻറ്റു ലോഗ് n റേസ് ടു k. സോ k is some 0 ആണെങ്കിൽ we can write it like ഇങ്ങനെയായിരിക്കും. ഈ സ്റ്റെപ്പ് നോക്കിയേ. ഓക്കെ, ഇവിടെ വരെ നമുക്ക് 0 ആണ് നമുക്ക് വരുന്നത്, ഇതിന്റെ പവർ 0 ആണ്. സോ n റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയി. ലോഗ് k പ്ലസ് 1 ബൈ n, k പ്ലസ് 1 ഇൻറ്റു n ആയി. സോ ലോഗ് റേസ് ടു k പ്ലസ് 1 ആണ്. സോ കെയുടെ വാല്യൂ സപ്പോസ് 0 ആണെങ്കിൽ ലോഗ് ഓഫ് n എന്ന് കിട്ടി. ഓക്കെ, സോ ഒരു മാസ്റ്റേഴ്സ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തത് എങ്ങനെയാണ് വരുന്നത്? T of n is equal to a into T of n by b plus f of n ആണ്. ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോമിലേക്ക് എഴുതാനാണ് ശ്രമിക്കേണ്ടത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? T of 2/3n plus 1 എന്നാണ്. സോ ഇവിടെ നമ്മുടെ വാല്യൂ 1 ആണ്. 3 എന്ന് പറയുന്നത് 3/2 ബിക്കോസ് നമുക്കറിയാം n by b ആണ്. സോ നമ്മൾ അതിന് തിരിച്ചെടുക്കുമ്പോൾ 3/2 ആയി. സോ എഫ് ഓഫ് ന്റെ വാല്യൂ 1 ആണെങ്കിൽ വിച്ച് ഇസ് തീറ്റ ഓഫ് 1. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് ദ ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇത് എന്താ പറയാ, വളരെ കാരണം എല്ലാ ടൈമിലും ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ OS എന്ന് പൊതുവെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു CPU-ന്റെ ഓപ്പറേഷൻസിലൊക്കെ വരുന്നത്. സോ ആദ്യം നമ്മൾ ഏതാ എടുക്കുന്നത്, നെക്സ്റ്റ് ഏത്. സോ ഈ സീക്വൻസ് ഒരു ഇൻസ്ട്രക്ഷന്റെ രീതിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലോ, ആ ഒരു സീക്വൻസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വേഗം ആൻസർ പറഞ്ഞേ. ഫസ്റ്റത്തെ സീക്വൻസ് തന്നത് റീഡ് ദ എഫക്റ്റീവ് അഡ്രസ്, സെക്കൻഡ് ഫെച്ച് ദ ഇൻഫർമേഷൻ, തേർഡ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ, ഫോർത്ത് വൺ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. സോ ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അതിന് എങ്ങനെ പോകണം. സോ ഇതൊരു എന്താ പറയാ, നമുക്ക് ആ ഒരുപാട് ഡെപ്ത് നോളേജ് ഒന്നും ആവശ്യമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിത് CO എന്ന് ചോദിച്ചത്. സോ എന്തായിരിക്കും ആൻസർ? വളരെ ഈസിയാണ്, വേഗം പറഞ്ഞേ. യെസ് യെസ്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് സീക്വൻസിന്. യെസ്, our option is option number 2, BD. സോ നമുക്ക് എക്സ്പ്ലനേഷൻസ് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് BDAC ആണ്. ഫെച്ച്, ഡീകോഡ്, റീഡ് ആൻഡ് എക്സിക്യൂട്ട്. സോ നമുക്കറിയാം, നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എവിടെയാണ് ഉണ്ടാവുക? അത് നമ്മുടെ മെമ്മറിക്കകത്താണ് ഉണ്ടാവുക അല്ലെ. സോ ഈ മെമ്മറിയിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്യുന്നു. സോ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്യുന്നു. മീൻസ് നമ്മൾ റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. സോ വൺസ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഓപ്പറേഷൻ ആണ്, ഏത് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ദാറ്റ് വിൽ ബി സെക്കൻഡ്. സപ്പോസ് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം ആക്ച്വൽ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ, അതായത് കറക്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ എവിടെ എന്നുള്ള ആ ഒരു ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന്റെ മെമ്മറി ലൊക്കേഷൻ. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. സോ വൺസ് ഈ ഒരു ഇതും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്, അതായത് ALU അല്ലെങ്കിൽ അതർ ഹാർഡ്വെയർ കോമ്പണൻസ് വഴി നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ സ്റ്റെപ്സ് വരുന്നത് ഇങ്ങനെയാണ്. യെസ്, എങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്? ഫെച്ച്, ദെൻ ഡീകോഡ്, ദെൻ എഫക്റ്റീവ് അഡ്രസ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ദെൻ വി ഹാവ് ടു ഡു റീഡ് ദ എഫക്റ്റീവ് അഡ്രസ്, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടിംഗ് ആണ്. സോ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബൈ അതിന്റെ ആ ഒരു സ്റ്റെപ്സിനനുസരിച്ച് നമ്മുടെ ആ ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം ഇത് നമ്മുടെ ഡിജിറ്റൽ ലോജിക്സിൽ വരുന്ന ഈസി ആയിട്ടുള്ള ലോസ് ആണ്, അതിന്റെ ആക്സിയംസ് ആണ്. നോക്കിയേ, നമുക്ക് തന്നത് അബ്സോർപ്ഷൻ ലോ, ബൗണ്ടഡ് ലോ, ഐഡന്റിറ്റി ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സപ്പോസ് നിങ്ങൾക്ക് അറിയുന്ന ലോസ് ഏതൊക്കെയാണോ അത് വെച്ച് മാപ്പ് ചെയ്യുക.
എന്നിട്ട് അതിനനുസരിച്ച് ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും എളുപ്പ വഴി. ലോയിൽ മേ ബി എല്ലാം ഒന്നും നമുക്ക് അറിയുന്നില്ലെങ്കിലും അറിയുന്ന ലോസിന്റെ കറക്റ്റ് ആക്സിയംസ് ഏതാണെന്ന് ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പാണെങ്കിൽ അതിനനുസരിച്ച് അതിനെ മാച്ച് ചെയ്യുക. സോ ആ ഓപ്ഷൻസ് അതിലുണ്ടെന്ന് നോക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലോസിൽ നമുക്ക് ചോദിക്കുന്നത്. സോ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻസ്? യെസ്, കറക്റ്റ് മാച്ചിങ് is option number 1, A4, B1, C2 and D3. യെസ്, ഇതാണ് നമ്മുടെ മാച്ചിങ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ലോ വരുന്നത് എങ്ങനെയാണ്? അബ്സോർപ്ഷൻ ലോയിൽ വരുന്നത് A plus AB is equal to A. ബൗണ്ടഡ് ലോ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ അത് ബൗണ്ടഡ് ആയിരിക്കും അല്ലെ. മീൻസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ടും വരുന്നത്. ദാറ്റ് ഇസ് A+1 is equal to 1. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേര് പോലെ തന്നെ നമ്മൾ എന്തൊരു ഓപ്പറേഷൻ ചെയ്താലും ചെയ്യുന്ന വാരിയബിൾ ഏതാണോ അതിനെ നമുക്ക് തിരിച്ചു കിട്ടും. സോ A+0 is equal to A. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് A into B plus CC. A into B plus C എന്ന് പറയുമ്പോൾ A നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക ബ്രാക്കറ്റിന്റെ. Then it will be AB plus AC അല്ലെ. സോ A into എന്ന് പറയുമ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഹിയർ ഓൾസോ. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് an all key relation is always in BCNF since it has no functional dependencies. അതിനാണ് നമ്മൾ FD എന്ന് അവർ കൊടുത്തത്. Then be a relation that is not in 4NF due to the non-trivial MVD must be decomposed to convert it into a set of relation in 4NF. C, the decomposition removes the redundancy by the MVD. And last one, 3NF is stronger than BCNF. Maybe എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണ് എന്നറിയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം റിമൂവ് ചെയ്യുക, ബാക്കി ഫോൾസ് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ചെക്ക് ചെയ്യുക. എന്തായിരിക്കും ആൻസർ? വേഗം പറഞ്ഞേ. യെസ്, യെസ്, അവർ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതലും വരുന്നുണ്ട് ബിക്കോസ് ഈസ് ഓർ ആർ ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. A only, A, B only, D only and C only. യെസ്, our option is D only. നമുക്ക് ചെക്ക് ചെയ്യാം സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, an all key relation is always in BCNF since it has no functional dependencies. because അത് ട്രൂ ആണ്. കാരണം എല്ലാ ആട്രിബ്യൂട്ടും നമ്മൾ നോക്കുമ്പോൾ അത് എന്തിന്റെ ആയിരിക്കും? ആക്ച്വലി ഇത് കാൻഡിഡേറ്റ് കീയുടെ ഒരു പാർട്ട് ആയിരിക്കും അല്ലെ. സോ അവിടെ നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഫങ്ഷണൽ ഡിപെൻഡൻസീസ് ഉണ്ടാവില്ല. കാരണം BCNFന്റെയും 3NF, 4NF, 5NF ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് BCNFന്റെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപെൻഡൻസീസ്. ദെൻ ജോയിന്റ് ഡിപെൻഡൻസീസ് വരുന്നുണ്ട്. ദെൻ ആ പ്രൊജക്ട് അപ്പം ആ ഒരു പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, മൾട്ടി വാല്യൂഡ് അതൊക്കെ. കാരണം അത് എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ഒരു DBMSൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മാക്സിമം അത് മാച്ച് ചെയ്യാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ സീക്വൻസിലെ അല്ലെങ്കിൽ ഇതേപോലെ സെയിം സ്റ്റേറ്റ്മെന്റ് വൈസസിൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. Statement B, a relation that is not in 4NF due to non-trivial MVD must be decomposed to convert it into a set of relation. because MVD എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞതുപോലെ മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ഡിപെൻഡൻസീസ് ആണ്. സോ ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള MVD എന്ത് ചെയ്യുന്നുണ്ട്? 4NF വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ the decomposition is necessary to remove the redundancy and achieve 4NF. സോ 4NF കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ട്രിവിയൽ ആയിട്ടുള്ള MVD എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു വയലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത്, the decomposition remove the redundancy by the MVD. സോ 4NF നമ്മൾ പറഞ്ഞു, അതിന്റെ 4NF decomposition ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? redundancy caused by MVD ആണ്. So that will be trying to eliminate ആണ് ചെയ്യുന്നത്. സോ മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ഡിപെൻഡൻസിനെ നമ്മൾ അവിടെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റിക്കരുത്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് സെയിം കാര്യം തന്നെ രണ്ട് രീതിയിലാണ് അവിടെ പറയുന്നത്. Then 3NF is stronger than BCNF. തെറ്റാണ്. കാരണം BCNF ആണ് 3NF-നേക്കാൾ എന്ത്? സ്ട്രോങ്ങർ. 1NF, 2NF, 3NF and BCNF, 4NF, 5NF ഇങ്ങനെയാണ് അത് വരുന്നത്. ഓരോ NF നോർമൽ ഫോംസിനും അതിൻ്റെതായ ഒരു കീ വേർഡ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ BCNF എലിമിനേറ്റ് ചെയ്യുന്ന എന്താണ്? അതായത് 3NF-നേക്കാളും കൂടുതലായിട്ടുള്ള അനോമാലിസിനെ BNF എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എവറി റിലേഷൻ ഇൻ BCNF is in 3NF but not vice versa. സോ എല്ലാ BCNF-ഉം ആവണമെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം?
3NF ആയിരിക്കണം. ബട്ട് 3NF ഒരിക്കലും, അതായത് തേർഡ് നോർമൽ ഫോം ഒരിക്കലും ബോയ്ക്കോട്ട് നോർമൽ ഫോം ആവില്ല. ഓക്കെ, സോ അത് വൈസ് വേഴ്സ ആയിട്ട് വരത്തില്ല. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായി വരും. ബൈ ദ ടൈം, സീ യു, ബൈ ബൈ.